പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടുംപാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ്. മാരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കോട്ടുംപാടം. ഫോൺ 9048460916. തുവ്വൂർ റെയിൽവേ സ്റ്റേഷനിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ജനകീയ ആവശ്യത്തെ തുടർന്ന് റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ സ്റ്റേഷൻ സന്ദർശിച്ചു. പാലക്കാട് അഡീഷണൽ ഡിവിഷൻ റെയിൽവേ മാനേജർ ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് സ്റ്റേഷൻ സന്ദർശിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. മഴ പെയ്താൽ സ്റ്റേഷനുള്ളിൽ വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥ പരിഹരിക്കുക, സ്റ്റേഷനിലേക്കുള്ള റോഡിന്റെ വീതിക്കുറവ് പരിഹരിക്കുക, കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് തുവ്വൂരിൽ സ്റ്റോപ്പ് അനുവദിക്കുക, പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെ റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഡീഷണൽ ഡിവിഷണൽ മാനേജർ ജയപ്രകാശും സംഘവും തുവ്വൂരിലെത്തിയത്. ജനപ്രതിനിധികളും തുവ്വൂർ കമ്മ്യൂണിറ്റി ഫോറം പ്രവർത്തകരും തുവ്വൂർ റെയിൽവേ സ്റ്റേഷന്റെ പരിമിതികളും ഗ്രീൻഫീൽഡ് ഹൈവേ യാഥാർത്ഥ്യമാകുന്നത് വഴി ഉണ്ടാകാൻ പോകുന്ന പ്രസക്തിയെക്കുറിച്ചും വിശദീകരിച്ചു. ഹൈവേയിലേക്ക് പ്രവേശനം സാധ്യമായാൽ പാതയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ എന്ന പ്രസക്തിയാണ് തുവ്വൂരിനുണ്ടാവുക. ഇക്കാരണത്താൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങുക എന്നത് വൻ മുന്നേറ്റങ്ങൾക്കും കാരണമാകും. റോഡിന് വീതി കൂട്ടുന്നതും വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയും ഉടൻ പരിഹരിക്കുമെന്നും മറ്റു കാര്യങ്ങൾ പരിശോധിച്ച ശേഷം നടപടി കൈക്കൊള്ളുമെന്നും സംഘം ഉറപ്പു നൽകി. എല്ലാവർക്കും അറിയാലോ, 2 സ്റ്റേഷൻ ക്രോസിംഗ് സ്റ്റേഷൻ വരാൻ പോകുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാലേ ഇനി ഫർദർ സ്റ്റോപ്പിങ്ങിനൊക്കെ ചാൻസ് ഉണ്ട്. എല്ലാ ട്രെയിനും കോട്ടയത്തിന് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്താ വെച്ചാൽ കോട്ടയം എക്സ്പ്രസ് ട്രെയിനാണ്. ബാക്കി പാസഞ്ചേഴ്സിന് ഏതെങ്കിലും അഡീഷണൽ സ്റ്റോപ്പേജ് വേണ്ടത് ഈ മേലാറ്റൂർ പുൽക്കല്ലൂർ ക്രോസിംഗ് സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ വണ്ടികൾ നമുക്ക് ഓടിക്കാം. ബാക്കിയെല്ലാം മെമു സർവീസ് ഇതേവരെ അപ്രൂവൽ വന്നിട്ടില്ല. സീനിയർ സെക്ഷണൽ എഞ്ചിനീയർ ടി.കെ. സജി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും അഡീഷണൽ ഡിവിഷണൽ മാനേജർക്കൊപ്പം ഉണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി.ടി. ജസീനയുടെ നേതൃത്വത്തിൽ ജനകീയ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള നിവേദനവും നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി.എ. ജലീൽ, അംഗങ്ങളായ പി.ടി. ജ്യോതി, എൻ.കെ. നാസർ, സാലിം ബാപ്പുട്ടി, കമ്മ്യൂണിറ്റി ഫോറം പ്രവർത്തകരായ പ്രദീപ് കുമാർ, എം. ഷാഹുൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തുവ്വൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.